ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചക്കയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നന്നല്ലാത്ത ചക്കയാണെന്നൊക്കെ. ചക്കയുടെ പുറംഭാഗം കണ്ടപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മുറിച്ചപ്പോൾ നല്ലൊരു ചക്കയായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ചുളയൊക്കെ മുറിച്ചെടുത്തിട്ട് പറിച്ചെടുത്തു. കുട്ടികളും ഞാനൊക്കെ കുറേശ്ശെ കഴിച്ചു കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് വേവിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറിച്ചെടുത്തു. അങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മളത് വേവിച്ച് വെച്ചു. നമുക്കിനി അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടയാണ്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ? അങ്ങനെ വേവിച്ചെടുത്ത ചക്കയും കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ടിട്ട് വേവിച്ച ചക്കയും കൂടെ ഇട്ട് അരച്ചെടുത്തു കേട്ടോ. ശർക്കരയും തേങ്ങയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവെടുത്തിട്ട് ഇലയിൽ പരത്തി കൊടുക്കാം. അങ്ങനെ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ആവിയിൽ വെച്ച് അട വേവിച്ചെടുത്തിട്ടുണ്ട്. അട റെഡിയായി. നമുക്ക് ചായ കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടയ്ക്ക്. അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കാറുണ്ടോ? അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയിട്ടോ. മോളൂസിന് 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, പ്രതിരോധ കുത്തിവെപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കേട്ടോ. പോണ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു കൈ. അപ്പോൾ അവർ കൈയൊക്കെ ഇങ്ങനെ ഇളക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പനി ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് പാരസെറ്റമോൾ തന്നു. പനിച്ചൊന്നുമില്ല, അങ്ങനെ വലിയ പനിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഊണ് കഴിച്ചു. മാന്തൽ കറി വെച്ചു കേട്ടോ. മാന്തൽ പുളിയാണ് വെച്ചത്. പുളി വയ്ക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ചെറുപയർ തോരനും പപ്പടം ഉപ്പിലിട്ട മാങ്ങയും കൂട്ടിയിട്ട് ഞങ്ങൾ ഊണ് കഴിച്ചു കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.